ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാൻ ഉണക്ക നെത്തോലി കൊണ്ടുള്ള ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുകയാണ്. കഴുകിയിട്ട് വറുക്കണം. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നതായതുകൊണ്ട് ചിലപ്പോൾ മണലും അഴുക്കൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കഴുകി എടുത്തിരിക്കുകയാണ് ഞാൻ. ഇനി വറുത്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നെത്തോലി നമ്മൾ നന്നായിട്ട് വറുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒടിഞ്ഞ് വരും. അതുവരെ നമുക്കിത് വറുത്ത് കൊടുക്കണം. അപ്പോൾ നെത്തോലി ചമ്മന്തി പൊടിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഇതിപ്പം ഞാൻ നെത്തോലി വറുത്തു. കണ്ടോ, അതാ ഇങ്ങനെ രണ്ടായിട്ട് മുറിയുന്ന സമയമാകുമ്പോൾ ഇത് മാറ്റണം കേട്ടോ. നെത്തോലി വറുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് ഒരു ബൗള് തേങ്ങ, ഒരു 5-6 പീസ് ചെറിയ ഉള്ളി, ഒരു കൊച്ചു പീസ് ചെറിയ പീസ് പുളി, 2 പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില. ഇനി ഈ തേങ്ങയിലോട്ട് കുറച്ച് മുളക് പൊടി ഇടാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുകയാണ്. അത് കഴിഞ്ഞ് ആവശ്യത്തിന് ഉപ്പ് ഈ തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടുന്ന സാധനങ്ങൾ. അപ്പോൾ ഇത് ഓരോന്നായിട്ട് മിക്സിയിൽ അടിക്കാം. നമ്മൾ തോരത്തിനൊക്കെ അരച്ചെടുക്കില്ല, ആ കണക്കിന് വേണ്ടി ഇത് അടിച്ചെടുക്കേണ്ടത്. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒരൊറ്റ അടി അടിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ഇത് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. ബാക്കിയെല്ലാം കൂടെ മിക്സിയിലിട്ട് തോരത്തിന് അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കണം. കണ്ടോ, ഇത് രണ്ടും ഞാൻ മിക്സിയിൽ അടിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തേങ്ങയും ഉപ്പും ഇഞ്ചിയും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ അടിച്ചു വെച്ചിരിക്കുന്നതാണ് മിക്സിയിൽ ചെറുതായിട്ട്. ഇത് നെത്തോലി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർക്കണം ഇതിനോട് രണ്ടും കൂടെ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, പുളി കുറവാണെങ്കിലും ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കൊണ്ട് കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം നമുക്ക്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി തുടങ്ങി. ഇതിലേക്ക് ഒരു 4 ഉണക്കമുളക് ഇടണം. കുറച്ച് കറിവേപ്പില. ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നില്ലേ തേങ്ങയും നെത്തോലി വറുത്ത് പൊടിച്ചതൊക്കെ കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വറുത്ത് കൊടുക്കണം. തേങ്ങയിലുള്ള വെള്ളത്തിൻ്റെ അംശം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറയുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്ത് ഉപയോഗിക്കാം. നമുക്ക്
നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു വിഭവമാണിത്. നല്ല ടേസ്റ്റുള്ള സാധനമാണ് ചമ്മന്തിപ്പൊടി. ശരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അടുപ്പ് ഓഫ് ചെയ്യണം ഫ്രണ്ട്സ്. അപ്പോൾ ഉണക്ക നെത്തോലി കൊണ്ടുള്ള ചമ്മന്തി പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നെത്തോലി കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.